വലാ അലാ അൻഫുസികും അൻ തഅകുലൂ മിൻ ബുയൂതികും. യാ അല്ലാഹ്, അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്കും വിരോധമില്ല അൻ തഅകുലൂ മിൻ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിന്നുന്നതിന് വിരോധമില്ല. അപ്പൊ സ്വഹാബത്ത് ചിന്തിച്ചു, പടച്ചോനെ, മകൾ അവരുടെ പുരയിന്ന് പോയി തിന്നാൽ അത് അവർക്ക് പൊരുത്തപ്പെടുമോ? ഈ പറഞ്ഞ ആയത്തുകളെല്ലാം നമ്മൾ പരിശോധിക്കുക. ഈ ആയത്തിൽ ഉമ്മയുടെ സഹോദരി, ഉമ്മയുടെ സഹോദരൻ, വാപ്പയുടെ സഹോദരൻ, വാപ്പയുടെ സഹോദരി, നമ്മുടെ പിതാക്കന്മാരുടെ വീട്, മകന് പിതാവിന്റെ വീട്, അത് വേറെ തന്നെയാണ്. ഉമ്മയുടെ വീട് അങ്ങനെ കണ്ട, ഉമ്മാക്ക് പൈസക്കുള്ള ഒരു ഉമ്മയാണ്, ഉമ്മ സ്വന്തം ഒരു പുര വെച്ചിട്ടുണ്ട്, വാപ്പാക്ക് വേറെ വീടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉമ്മയും വാപ്പയ്ക്ക് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അൽഹംദുലില്ലാഹ്, കുറച്ചു കാലം കഴിഞ്ഞാൽ അതൊക്കെ മാറും, ചിലപ്പോ മോഡേൺ ആയിട്ട് വരുമ്പോഴേ. അപ്പൊ അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും വേറെ വീടുണ്ട്. ആ വീടുകളിൽ പോലും പാലിക്കേണ്ട മര്യാദയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഈ പാടില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്തിനു കുഴപ്പമില്ല? നിങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്ന അവർക്ക് പൊരുത്തമാണെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ട്. 3, ആ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങളെ അവർ ഏൽപ്പിച്ചു പോന്നവരാണ്. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾ തിന്നുന്നതിന് വിരോധമില്ല. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അമ്മായിന്റെ വീട്ടിൽ പോയിട്ട് നേരെ ഫ്രിഡ്ജ് വന്നിട്ട് എടുത്ത് കുടിക്കാൻ പറ്റൂല. ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. പടച്ചോനെ, അങ്ങനെയൊക്കെ എത്ര ജ്യൂസ് ഞാൻ പള്ളിയിലാക്കിയില്ലേ, അറിഞ്ഞതിൽ പിന്നെ പറ്റൂല. ഔ സ്വദീഖിക്കും, സുഹൃത്തിൻ്റെതാണ്. ബാച്ചിലർ റൂമിലൊക്കെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ഒരു കുപ്പി, ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ പാല് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. സാധു നേരം വെളുത്ത് നോക്കുമ്പോ ആരെങ്കിലും കുടിച്ച് കാലി വെച്ചിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ചെയ്യല്ല മുഅ്മിനെ, പാടില്ല. നമ്മൾ നിസ്സാരമായി അല്ലാഹു അഖ്ലാഖ്, സംസ്കാരം പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും അടുത്തിടപഴകുന്ന വീടുകളാണ് അല്ലാഹു പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ അന്യരുടെ സമ്പത്ത്, അന്യ ആളിൻ്റെത്, അഡ്രസ് ഇല്ലാത്തത് നമുക്ക് തിന്നാൻ പറ്റുമോ? ഏറ്റവും നല്ല സ്വഭാവം അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പോ നിങ്ങളുടെ സ്വന്തം മക്കളുടെ വീട്ടിലേക്ക് വാപ്പാക്ക് ക്ഷണം വരേണ്ട ആവശ്യമില്ല. അതാണ് തഅകുലൂ മിൻ ബുയൂതികും, നിങ്ങളുടെ വീടെന്ന് കഴിക്കുന്ന കുഴപ്പമില്ല. വാപ്പയെ സംബന്ധിച്ചിടത്തോളം മകനോ മകളോ ഉള്ള വീട് അത് സ്വന്തം പുര പോലെ തന്നെയാണ്, അവരുടേത്. പക്ഷെ മകളുടെ ഭർത്താവിന്റെ പുരയാണ്, അല്ലെങ്കിൽ മകന്റെ ഭാര്യയുടെ പുരയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിയമം മാറും. വാപ്പക്ക് മകനും മക്കളും, മകന്റെയും മകളുടെയും മക്കളുടെ വീടുകൾ പിതാവിന്റെ വീട് തന്നെയാണെന്ന് എവിടെന്ന് മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരാൾ വന്ന് പരാതി പറഞ്ഞു, ചെറുപ്പക്കാരന്റെ പരാതി. എന്താണ് പരാതി? നബിയെ, എന്റെ വാപ്പ എന്റെ മുതലെടുക്കുന്നുണ്ട് നബിയെ, ഞാൻ എന്ത് കൊണ്ടുവന്നാലും വാപ്പ അത് അടിച്ചു മാറ്റി കൊണ്ടുപോകും. പൊന്നാര നബി, എന്റെ വാപ്പാനോട് ഒന്ന് പറയണം, എന്റെ പൈസ എടുക്കരുത്. ഒരു സ്വഹാബി പരാതി പറഞ്ഞു. അന്നേരം ഒരു മസ്അല പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളത് തന്നെയാണല്ലോ. പരാതിപ്പെടാൻ പാടില്ല. അപ്പൊ വാപ്പമാരൊക്കെ ഒന്ന് ഉഷാറായി. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഏർപ്പാടൊക്കെ നിർത്തിച്ചിട്ട് മകന്റെ ഏർപ്പാടൊന്നും കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മൻ അകല മിൻ മാലി ഇബ്നിഹി ഫൽയകുൽ മിൻഹു ബിമഅറൂഫ്. മകന്റെ സമ്പത്ത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മകന്റെ സമ്പത്ത് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഫൽയകുൽ മിൻഹു ബിമഅറൂഫിൻ, അത്യാവശ്യമായത് മാത്രമേ ആ മകന്റെ സ്വത്തിൽ നിന്ന് കഴിക്കാൻ പാടുള്ളൂ. വാപ്പമാരോട് യാ അല്ലാഹ്, നാട്ടിലെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നുണ്ട്, പക്ഷെ ATM കാർഡ് വാപ്പാന്റെ കയ്യിലാണ്. ലീവില് ചെന്ന് നോക്കുമ്പോ അക്കൗണ്ട് കാലിയാണ്. അടച്ച തമ്പുരാനെ, വാപ്പ മുഴുവെടുത്തിട്ടുണ്ട്. വാപ്പാരത് ചെയ്യാൻ പാടില്ല. ഫൽയകുൽ മിൻഹു ബിമഅറൂഫ്. വാപ്പാക്ക് സമ്പത്തില്ലാത്ത വാപ്പയാണ്, വാപ്പാക്ക് വരുമാനമില്ല, മകൻ വാപ്പയെ നോക്കണം. അത് മകന്റെ ഔദാര്യമല്ല, മകന്റെ ബാധ്യതയാണ്. വാപ്പ മകന്റെ സമ്പത്തിന് എന്തെടുക്കാൻ പറ്റുന്നതാണ് വാപ്പാക്ക് അത്യാവശ്യമുള്ളത്. വാപ്പ വേറെ ബിസിനസ് തുടങ്ങാൻ മകന്റെ പൈസ എടുക്കാൻ പാടില്ല. കാരണം മകന്റെ മക്കളുണ്ട്, അവൻ കല്യാണം കഴിക്കേണ്ട ആളാണ്, അവന് വീട് വെക്കേണ്ടി വരും, അവന് കച്ചവടം തുടങ്ങേണ്ടി വരും. മകന്റെ സ്വത്ത് മകനാണ്, പക്ഷേ വാപ്പാക്ക് ആവശ്യമുള്ളത് എടുക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. മകനോട് പറഞ്ഞു, വാപ്പ എന്റെ മുതലെടുക്കുന്നു എന്ന് പരാതി പറയല്ല, നീയും നിന്റെ സമ്പത്തും നീയും നിന്റെ വാപ്പാക്കുള്ളത് തന്നെയാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഗതി ക്ലീനായി, രണ്ടാർക്കും ഇപ്പൊ പരാതിയില്ല.
എന്തൊരു മനോഹരം! ഇതാണല്ലോ ദീൻ. ഇസ്ലാമിന്റെ മഹത്വം നോക്കി നിങ്ങൾ. എന്തൊക്കെ മതങ്ങളുണ്ട് എന്ന് ലോകത്ത് പറയാണെങ്കിലും ഇങ്ങനെ ജീവിക്കൽ ഇങ്ങനെയാണെന്ന് അള്ളാഹു പറഞ്ഞെന്നൊരു ദീൻ വേറുണ്ടോ? ഏതാണ് ഇവിടെ പറയപ്പെടാതെ പോകുന്ന വിഷയങ്ങൾ? എന്തിനാണ് ഒരു നിയമമില്ലാത്തത്? യാ അല്ലാഹ്, അതിൽ രണ്ടു കൂട്ടർക്കും പ്രയാസമല്ല. സുബ്ഹാനല്ലാഹ്. അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്ത് നിന്റെ വാപ്പാക്കുള്ളതാണ്. വാപ്പയോട് പറയുന്നു, മൻ അകല മിൻ മാലി ബിനിഹി ഫൽയകുൽ മിൻഹു ബിമഅറൂഫ്. വാപ്പ മകന്റെ സമ്പത്ത് തിന്നാണെങ്കിൽ ആവശ്യമായത് എടുത്താൽ മതി, തൂർത്തടിക്കാൻ പാടില്ല. യാ അല്ലാഹ്, അങ്ങനെ നിങ്ങളുടെ മകന്റെയോ മകളുടെയോ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. ഔ ബുയൂതി ആബായിക്കും, വാപ്പയുടെ പുരയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വാപ്പ വിളിച്ചു, അല്ലെങ്കിൽ വാപ്പയെ കാണാൻ ചെന്നു. വാപ്പയും മകളുടെ നല്ല ടേംസിലാണ്, കുഴപ്പമില്ല, വാപ്പാക്ക് പൊരുത്തമാണല്ലോ, അവിടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി. അതിൽ നിങ്ങൾ ഹറാമായിട്ട് തിന്നുക, അന്യായമായിട്ട് തിന്നുക എന്ന വിഷയം വരുന്നില്ല. എപ്പോ വരുന്നില്ല? വാപ്പ സ്വന്തമായിട്ട് താമസിക്കുന്ന ഒരാളാണ്. വാപ്പ വീടൊക്കെ അടച്ചു പോകുന്നു. വാപ്പ പോയ തക്കത്തിൽ മകൻ കയറിയിട്ട് അവിടുന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു. കുറ്റാണോ? കുറ്റമാണ്. അമ്മായിയും അമ്മാവനും മൂത്താപ്പയും വളാപ്പയൊക്കെ ഇവിടെ പറഞ്ഞു, സഹോദരനും സഹോദരിയും പറഞ്ഞു. ഇവരുടെ വീട്ടിൽ നിന്ന് എന്താ കഴിക്കേണ്ടത്? മബ്ദൂലായത് മുഫസ്സിരിങ്ങൾ പറയാ എന്ന് പറഞ്ഞാൽ അവിടെ പുറത്ത് വെച്ചതാ സംഗതി, അത് നിങ്ങൾ എടുത്ത് കഴിച്ചോളി. നിങ്ങളവിടെ ചെല്ലുന്നവർക്ക് വിരോധമില്ലല്ലോ. അവര് പൂട്ടിട്ട സംഗതിയാണ്, അടച്ചു വെച്ച സംഗതിയാണ്, സൂക്ഷിച്ചു വെച്ച സംഗതിയാണ്, അതെടുത്ത് തിന്നാൻ പറ്റില്ല. ചായപ്പൊടിയും കെറ്റിലും വെള്ളം അവിടെ ഉണ്ട്, നിങ്ങൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ അവരടച്ചു പൂട്ടി വെച്ച കുറച്ച് കാര്യപ്പെട്ട എന്തെങ്കിലും കുറച്ച് സ്നാക്കുകളോ എന്തെങ്കിലും കുറച്ച് ഡ്രൈ ഫ്രൂട്ടുകളോ എന്തെങ്കിലുമൊക്കെ വെച്ചിരുന്നു, അതെടുത്ത് തിന്നണ്ട. അതിന് സമ്മതം വേണം, അതിന് സമ്മതം വേണം. അവര് സൂക്ഷിച്ചു വെച്ചത് പൊളിച്ചെടുക്കാൻ പാടില്ല, അവിടെ തുറന്നു വെച്ചത് നിനക്ക് എടുക്കാം. പക്ഷെ അവരെ നിന്നെ ക്ഷണിച്ചതാണ്, ഒരു സദ്യക്ക് വിളിച്ചതാ, ഭക്ഷണത്തിന് വിളിച്ചതാ, നീ ഭക്ഷണം കഴിച്ചോ, അതിൽ കുറച്ച് ഏറെ കഴിച്ചു, കുറച്ച്, അതൊന്നും വിഷയമല്ല. മാതും തമ്മ നിന്നെ അങ്ങോട്ട് ക്ഷണിച്ചതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, നീ ഭക്ഷണം കഴിച്ചോളൂ, അവിടെയൊന്നും പ്രശ്നം വരുന്നില്ല. ഉമ്മയുടെ പുരക്ക് ചെന്നത്, ഒരുപക്ഷെ ഉമ്മയുടെ വാപ്പയുടെയും പുരക്ക് ചെന്നാൽ ഉമ്മയുടെ വീട് വേറുണ്ടെന്ന് വിചാരിക്കാം. മുതലാളിയായൊരു ഉമ്മയാണ്, ആ ഒരു ഉമ്മാക്ക് സ്വന്തമായ വീടുണ്ട്, ഉപ്പാക്ക് വേറെ വീടുണ്ട്, മക്കൾ ഉമ്മയും ഉപ്പയും സന്ദർശിക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ഒരുമിച്ചൊരു വീട്ടില്ല, രണ്ടാളുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്ത വീടാണ്, രണ്ടാളുടേതുമാണ്. അവിടെ ചെല്ലുമ്പോ മക്കൾ അവിടെ നിന്ന് വല്ലതും കഴിക്കലായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അവിടെ ചെന്ന് കഴിച്ചോളി, കുഴപ്പമില്ല, നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും അല്ലേ. അവിടെ ചെന്നിട്ട് പറയണം, ഉമ്മ ഞാൻ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അത് പറയുമ്പോ ഉമ്മാക്ക് വിഷമം ഉണ്ടാവും. ചിലപ്പോ ഒരു ഗ്ലാസ് വെള്ളെങ്കിലും ചായെങ്കിലും തന്നേക്കണം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമായിരിക്കും ഉമ്മാക്ക്. പഠിച്ചോൻ എന്റെ മോൻ എന്റെ അടുത്ത് വന്നല്ലോ, അങ്ങനെ ഒരു ഇഷ്ടം ഉമ്മാക്കുണ്ട് എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ ആ പോസ്റ്റിലേക്ക് എത്തണം.